തുടർച്ചയായ രണ്ടാഴ്ച ഇറാനു നേരെ കടുത്ത ആക്രമണം നടത്തിയ ശേഷം അമേരിക്ക നിലവിൽ വ്യോമാക്രമണങ്ങളിൽ വിട്ടുനിൽക്കുകയാണ്. കഴിഞ്ഞ 13 ദിവസങ്ങളായി രാത്രികാലങ്ങളിൽ പതിവായി നടന്നിരുന്ന അമേരിക്കൻ ആക്രമണങ്ങളൊന്നും കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പുലർച്ചെയിലും ഉണ്ടായിട്ടില്ല എന്നത് വൻ ആശ്വാസമാണ് പകരുന്നത്. അതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ സഞ്ചരിച്ച എണ്ണക്കപ്പൽ മൈനിൽ തട്ടി തകർന്നതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറിയതിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ പ്രത്യാക്രമണങ്ങൾ ഇറാനും അവസാനിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് രണ്ടാഴ്ചയോളം നീണ്ട കനത്ത ബോംബാക്രമണങ്ങൾക്കൊടുവിൽ ഇരുപക്ഷവും സൈനിക നടപടികൾ നിർത്തിവെച്ചത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. അതിനിടയിലാണ് ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പൽ തകർന്നെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ സഞ്ചരിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് ഇറാന്റെ വാദം. അതേസമയം ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഒമാനും ഇറാനും തമ്മിലുള്ള പുതിയ ധാരണകൾക്കായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഫലത്തിനായി അമേരിക്ക ഉറ്റുനോക്കുകയാണ്. ഇറാന് സമാധാനത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടെന്നും ചർച്ചകൾക്കും രമ്യതയിലെത്തുന്നതിനുമായി അവർക്ക് സമയം അനുവദിക്കാനുമാണ് ആക്രമണം നടത്താത്തത് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. തങ്ങൾ ആക്രമണം നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന് പെന്റഗണും US സൈനിക തലവന്മാരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്ക ആക്രമണം ഉണ്ടാകുമ്പോഴാണ് തിരിച്ചടിയെന്നോണം ഇറാൻ കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ തുടങ്ങിയ മേഖലകളിലെ US താവളങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിടാറുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലെ സൈനിക നിശബ്ദത വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. എന്നാൽ മറ്റൊരു വാർത്ത അനുസരിച്ച് ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതിനിടയിൽ മുന്നറിയിപ്പുമായി ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക തലവന്മാരും രംഗത്തെത്തി എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നു ഈ ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക തലവന്മാരും ട്രംപിനെ അറിയിച്ചത്? ഇറാനുമായുള്ള യുദ്ധം കൂടുതൽ വഷളാകുന്നത് അമേരിക്കയുടെ ആയുധ ശേഖരത്തെ ഗുരുതരമായി ബാധിക്കുന്നുവെന്നാണ് അവർ അറിയിച്ചത്. ഈ വിവരം വൈസ് പ്രസിഡന്റ് JD വാൻസും ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും ആശങ്ക ഇതിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. CNN ആണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തുടർച്ചയായ രണ്ടാഴ്ചത്തെ കടുത്ത വ്യോമാക്രമണത്തിന് ശേഷം വെള്ളിയാഴ്ച രാത്രിയോടെ ഇറാനിലെ ബോംബാക്രമണം US താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നും US പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന നിർണായക യോഗത്തിലാണ് ജനറൽ ഡാൻ കെയ്ൻ ഈ ആശങ്കകൾ ട്രംപിനെ അറിയിച്ചത്. ട്രംപ് നിർദ്ദേശിക്കുന്ന സൈനിക നീക്കങ്ങൾ വിജയകരമായി നടപ്പിലാക്കാൻ US സൈന്യത്തിന് സാധിക്കുമെങ്കിലും അത് അമേരിക്കയുടെ പ്രധാന ആയുധ ശേഖരത്തിൽ വലിയ കുറവുണ്ടാക്കുമെന്നും ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും കെയ്ൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിൽ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് അയവ് വന്നത് വ്യോമ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമം മൂലമാണ് എന്ന വാർത്തകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയിട്ടുണ്ട്. യുദ്ധക്കളം ഇപ്പോൾ പുതിയ മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്കടലിലേക്കും യുക്രൈൻ അതിർത്തിയിലേക്കും കാസ്പിയൻ കടലിലേക്കുമൊക്കെ പോർമുഖം വ്യാപിച്ചിരിക്കുന്നു. അതേസമയം അമേരിക്കയുടെ പക്കലുള്ള പേട്രിയറ്റ് മിസൈലുകളുടെയും മറ്റ് വ്യോമ പ്രതിരോധ ഇന്റർസെപ്റ്ററുകളുടെയും കുറവ് ട്രംപ് ഭരണകൂടം ചർച്ചയാക്കിയതായി വാൾ സ്ട്രീറ്റ് ജേർണലും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കൈവശമുള്ള പരിമിതമായ ആയുധ ശേഖരം ഉപയോഗിച്ച് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനെതിരായ യുദ്ധം തുടരാനാകുമെന്ന് US സെന്റർകോം കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വിശ്വസിക്കുന്നു. അതായത് ആയുധ ശേഖരത്തിൽ വലിയ കുറവ് വന്നിരിക്കുന്നു എന്ന് US സെന്റർകോം കമാൻഡർ തന്നെ അംഗീകരിക്കുന്നു എന്നർത്ഥം. ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകുകയാണ് എങ്കിൽ വൻതോതിലുള്ള മിസൈലുകൾ പ്രയോഗിക്കാനുള്ള ഇറാന്റെ ശേഷി തടയാനാകുമെന്നും അതുവഴി യുദ്ധത്തിൽ മുന്നേറ്റം സാധ്യമാകുമെന്നാണ് കൂപ്പറിന്റെ വിലയിരുത്തൽ. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്. ഒന്ന്, അമേരിക്കയുടെ ആയുധ ശേഖരം കാലിയായിക്കൊണ്ടിരിക്കുന്നു എന്ന കൂപ്പറിന്റെ പരോക്ഷമായ പ്രസ്താവന. മറ്റൊന്ന്, വൻതോതിലുള്ള മിസൈലുകൾ പ്രയോഗിക്കാനുള്ള ഇറാന്റെ ശേഷി, അതായത് ഇറാൻ പ്രയോഗിക്കുന്നത് അത്രയും വൻതോതിലുള്ള മിസൈലുകളാണ് എന്നും കൂടി കൂപ്പർ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇറാനോട് ഒരു മയപ്പെടൽ വേണമെന്ന് പറയാതെ ട്രംപിനോട് പറയുകയാണ് കൂപ്പർ ഇവിടെ. പക്ഷേ ആയുധ ശേഖരത്തിൽ കുറവുണ്ട് എന്ന വാർത്ത ഡൊണാൾഡ് ട്രംപ് പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. തള്ളൽ ഒരു വീക്ക്നെസ് ആയ ഡൊണാൾഡ് ട്രംപിന് ഈ തള്ളലൊന്നും വലിയ പുത്തരിയല്ല. ലോകത്ത് മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആയുധങ്ങൾ, അതായത് അമേരിക്കയ്ക്ക് ആവശ്യമുള്ളതിനേക്കാൾ വലിയ ശേഖരം നിലവിലുണ്ട് എന്നാണ് ട്രംപ് ഇപ്പോഴും അവകാശപ്പെടുന്നത്. തള്ളലും അവകാശവാദങ്ങളും ഒക്കെയാണ് ഇവന്റെ മെയിൻ എന്ന് പറയുന്നത് പോലെയാണ് ഈ ട്രംപിന്റെ കാര്യം. ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിയത് ആയുധ ശേഖരത്തിലെ കുറവ് മൂലമാണോ അത് മറ്റു രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മൂലമാണോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. ജോർദാനിൽ USന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തുളച്ചു കയറാൻ ഇറാൻ മിസൈലുകൾക്ക് സാധിച്ചു എന്നതും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനിയും തിരിച്ചടിച്ചാൽ കുവൈറ്റ്, ബഹ്റൈൻ, UAE എന്നിവിടങ്ങളിലെ താവളങ്ങളിലേക്ക് ഇറാൻ നടത്തുന്ന ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന ഭയവും USനെ അലട്ടുന്നുണ്ട്. അതേസമയം
തന്ത്രപരമായ പരിഹാരത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻഗണന നൽകുന്നുവെന്ന് വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവൻ ചുങ് വ്യക്തമാക്കി. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഭീകര പ്രവർത്തനങ്ങൾ തുടരുകയാണ് എങ്കിൽ തിരിച്ചടിക്കാൻ US മടിക്കില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വീണ്ടും വന്നു ട്രംപിന്റെ തള്ളൽ. യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ട്രംപ് ഇറാനുമായി സജീവമായ ചർച്ചകൾ നടക്കുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചർച്ചകളിൽ ഇറാൻ ഇപ്പോൾ കൂടുതൽ ഗൗരവം കാണിക്കുന്നുണ്ട് എന്നും എങ്കിലും ആവശ്യമെങ്കിൽ സൈനിക നടപടികളുടെ തോത് വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാടൊട്ടാകെ അമേരിക്കയെ ഒറ്റപ്പെടുത്തി എന്നർത്ഥം. മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ ട്രംപ് ഇപ്പോൾ ഒരു താൽക്കാലിക വിരാമം പറഞ്ഞിട്ടുണ്ട്. കഥ മറ്റൊന്നുമല്ല, എല്ലാ രാജ്യങ്ങളും കൂടി തങ്ങളോട് നാവിക കേന്ദ്രങ്ങൾ എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാൽ ട്രംപിന് നിക്കക്കളിയില്ലാതെ വരും. തങ്ങളുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കാതെ അവിടുന്ന് പിന്മാറുക എന്നത് മറ്റാരോട് തോറ്റാലും ഇറാനോട് തോൽക്കാൻ പറ്റില്ല എന്നതിന് ഒരു നാണക്കേടുമായി മാറും. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ അല്ലെങ്കിൽ ഇറാന് കുറച്ച് സമയം കൊടുക്കാം എന്നൊരു ചിന്തയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഈ ആശങ്കകളെല്ലാം തള്ളിക്കളയുന്ന പ്രസ്താവനയുമായി പെന്റഗൺ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കൻ സൈന്യം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമാണ് എന്നും പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്ന സമയത്തും സ്ഥലത്തും ആക്രമണം നടത്താൻ ആവശ്യമായതെല്ലാം തങ്ങളുടെ പക്കലുണ്ട് എന്നും പെന്റഗൺ വക്താവ് ഷോൺ പാരനലിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ട്രംപിന്റെ കൂടെയല്ലേ സഹവാസം, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പറയുന്നത്. വൻതോതിലുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്നതിനേക്കാൾ നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകാനാണ് താൻ മുൻഗണന നൽകുന്നത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ആക്സിയോസിസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാഹചര്യമുണ്ടെങ്കിൽ ഇറാനെതിരെ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കാനും അവരുടെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കാനും അമേരിക്കയ്ക്ക് കഴിവുണ്ട് എന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇറാനുമായി ധാരണയിലെത്തുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും യുക്തിസഹമായ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് ഇപ്പോഴൊന്ന് തണുത്തു കൊടുത്താൽ അല്ലെങ്കിൽ ഒന്ന് താഴ്ന്നു കൊടുത്താൽ ഇറാൻ ജീവനെങ്കിലും ബാക്കി നൽകുമെന്ന് മനസ്സിലായി എന്ന് ചുരുക്കം. ഇതിനിടെ ജൂലൈ 8 മുതൽ 22 വരെ നടത്തിയ ആക്രമണങ്ങളിൽ 11 അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നിലത്തുവെച്ച് തന്നെ തകർത്തതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. IRGC വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഹുസൈൻ നഫ്ജിയുടെ പ്രസ്താവന ഉദ്ധരിച്ച് തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് പ്രകാരം മേഖലയിലെ US സൈനിക താവളങ്ങളിൽ ഉണ്ടായിരുന്ന വിമാനങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. തകർത്ത സൈനിക ഉപകരണങ്ങളിൽ 17 നിരീക്ഷണ ഡ്രോണുകളും ഉൾപ്പെടുന്നുണ്ട് എന്നും അവയിൽ 8 എണ്ണം ഏറ്റവും പുതിയ മോഡലാണ് എന്നും ഇറാൻ അവകാശപ്പെടുന്നു.